ഹായ് ഗൈസ്, ഒരു കുഞ്ഞി മെഷർമെൻറ്റ് എന്താ പറയുക ബോർഡ് ഉണ്ടാക്കിയെടുത്താലോ. ഇത് പച്ച കളറിലാട്ടിരിക്കണേ. ഇത് കുറേ പേരുടെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കട്ടി കൂടിയ ഒരു ഷീറ്റാട്ടോ. നമ്മൾ തേച്ചാലും മച്ചാലും മുറിയാത്ത എന്തുവാ ഒരു ഷീറ്റ് വേണം. നല്ല കട്ടി കൂടിയ കാർഡ്ബോർഡ് ബോർഡ്സ് ഇങ്ങനെ നമ്മൾ ഒരു കത്തിയോ അല്ലെങ്കിൽ കത്തിയോ ബ്ലേഡോ വെച്ച് നമ്മൾ ആദ്യമേ അതിനകത്ത് ഉരഞ്ഞ് നോക്കണം. കീറിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവില്ല. പിന്നെ ഒരു കട്ടി കൂടിയ ഞാനൊരു പേപ്പർ എടുത്തില്ലാത്തോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ വീഡിയോ എടുത്തത് ഡിലീറ്റ് ആയിപ്പോയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ഒന്ന് നോക്കണം കേട്ടോ. ഇതിപ്പോൾ കട്ടി കൂടിയ ബുക്കിൽ നിന്നാണ് ഞാൻ കുറേ എടുത്തത് പേപ്പർ, അതുകൊണ്ട് കട്ടിയുണ്ട് കേട്ടോ. ഞാൻ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ടുള്ളൂ, എന്നാലും നല്ല കട്ടിയാട്ടം ഉണ്ട് കേട്ടോ, മുറിയൊന്നുമില്ല. ഓക്കെ ഗായ്സ്, അപ്പം നമുക്കിത് ഇതിനകത്ത് ശരിക്കുള്ള പച്ചയാണ്, പക്ഷെ നമ്മളിപ്പോൾ പച്ച ഒന്നും അടിച്ചെടുക്കണില്ല. നമുക്ക് ഇപ്പോൾ സാധാരണ ഒരു ഇതൊക്കെ ഇട്ട് ബോട്ട്സ് ആയാൽ മതി. അപ്പോൾ ഇതിലേക്കൂടെ 4 സൈഡ് ഒന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെയും ഇവിടെ ഇങ്ങനെയും ഇവിടെ ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ വര എന്നിട്ട് ഇവിടെ ഇങ്ങനെ കള്ളികളായിട്ടുള്ള അങ്ങനെയാണ് ഞാൻ ചില വീഡിയോസിൽ കണ്ടേക്കണത് തന്നെ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഈ ഭാഗങ്ങളിൽ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ, അല്ലേ ഇത് വിട്ട് പോരുന്ന കേട്ടോ. വിട്ടുപോരും. ഫെവിക്കോൾ അല്ലേ സൂപ്പർ കോൾ. ഞാൻ ഫെവിക്കോൾ ആട്ട് യൂസ് ചെയ്തത്, അതുകൊണ്ട് ഇത് കുറച്ച് പകരമൊക്കെ ആയിട്ട് ഫെവിക്കോളാണ്. അപ്പോൾ ഗൈസ്, അടുത്തത് ഈ സൈഡ് പോർഷൻ ഇല്ലേ, എന്താ പറയുക, ഇതൊക്കെ പൊങ്ങി നിൽക്കണം, അതൊക്കെ നമ്മൾ വെട്ടിക്കളയണം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, കയ്യിലൊക്കെ ലേശം പശയായിട്ടുണ്ട് കേട്ടോ, കട്ട ഉടച്ചിരിക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ അമ്മ തല്ലിക്കൊല്ലും. അപ്പോൾ കാര്യത്തിലോട്ട് വരെ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ ഇതിനകത്ത് ഗൈസ്. അപ്പോൾ നമുക്കിതിന് വേണ്ടത് ഒരു ബ്ലാക്ക് പെന്നാണ്, പിന്നെ ഒരു സ്കെയിലും വേണം കേട്ടോ ഗൈസ്. അപ്പം നമുക്കിതിനകത്ത് ലൈൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ലൈൻസ് ഇട്ടിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് നോക്കിയിട്ട് ലൈൻസ് ഇട്ട് കഴിഞ്ഞാൽ ചെരിഞ്ഞു പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈൻസ് ഇടാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ലൈനൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തു പറയുക, നമ്മളിപ്പം ഇങ്ങനെ വരച്ച് പോകണം കേട്ടോ. ഇപ്പം ആ ഫോണിലോട്ട് നോക്കണില്ല, അതുകൊണ്ട് ചെരിയാതെ വരയണുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ചെറുതാക്കി വേണം കേട്ടോ ലൈൻ വരയാൻ. പിന്നെ ചെരിഞ്ഞൊന്നും പോകല കേട്ടോ ലൈൻസ്. അപ്പം ഞാൻ വരച്ചപ്പോൾ ചെറുതായിട്ട് ചെരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കാൻ നിർത്തി ചെരിയാതെ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. കുറച്ചൊക്കെ ചെരിഞ്ഞൊക്കെ പോകണുണ്ട്, അത് സാരമില്ല കേട്ടോ. ഏതായാലും ഇത് കുത്തി വരയാൻ പോവാണ്. അപ്പോൾ ഇത് അധികം ബ്യൂട്ടിഫുള്ളൊന്നും ആക്കണ്ട, നമുക്കിനി ഇത് മൊത്തം വരച്ചിട്ട് കാണാം കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ ലൈൻസ് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ചെരിഞ്ഞു പോയി. അതെന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇതിൻ്റെ അങ്ങനെയാണ് വീഡിയോസ് കണ്ടേക്കണം, പക്ഷെ എനിക്കറിയത്തില്ല അതെന്തിനാണ് അങ്ങനെ ഇടുന്നതെന്ന്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു 1 2 3 10 വരെ ഇതിലേക്കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി സ്പേസ് ഉണ്ട്, അത് നമുക്ക് സാരമില്ല കേട്ടോ. നമുക്കിനി ഇത് വരച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മൊത്തം വരച്ച് കഴിഞ്ഞിട്ട് എൻ്റെ സൗണ്ട് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് കോൾഡാട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബോർഡിൻ്റെ കാര്യം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്കൂടെ എന്തെങ്കിലും വരച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്കൂടെ ഈ ലൈൻസ് ഇവിടെ ചെറുതായിട്ടൊന്ന് ഇതിലേക്കൂടെ ഒന്ന് ആയിട്ടുണ്ട്, അവിടെ നമുക്ക് കളർ അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ബ്ലാക്ക് ഇങ്ങും കൊണ്ട് തന്നെ
ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഔട്ട്ലൈൻ അല്ല, മറ്റേ ഞാൻ പറഞ്ഞില്ലേ അവിടെ കളർ ഇച്ചിര പെണ്ണയുടെ ഇത് മഷിപ്പോയിന്ന്, അവിടെ നമ്മൾ ഇങ്ങനെ ഔട്ട്ലൈനും പോട്ടെ, ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം കാണാൻ ഇത് നല്ല രസമായിട്ട് തോന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും കൂടെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറും കൂടി ചെയ്യാം കേട്ടോ. ഞാനിവിടെ കളറൊന്നും ചെയ്യണില്ല, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് നമ്മൾ ചെയ്യുവാണ്. എനിക്ക് ഈ കളർ അടിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം എന്ന് നോക്കണം. കൊളായിപ്പോയാൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കാമല്ലോ. പക്ഷെ ഒരു കാർഡ്ബോർഡ് ബോക്സ് വേണം, അതില്ല ടൈമിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും അടിച്ച് മാറ്റിക്കൊണ്ട് വേണം. ഞാനിപ്പോൾ ഇതിൻ്റെ പഴയ മലബാറിൽ നിന്ന് 2006 ഒരു ഡയറി കേട്ടെ. അപ്പം ആ ഡയറി എവിടെയോ കിടക്കുന്നത് ഞാൻ കണ്ടതാണ്, കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അതിൽ നോക്കിയിട്ട് എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇന്ന്. അന്നേരം മറ്റേ ക്യൂട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന, ക്യൂട്ട് ഐറ്റംസ് ഉണ്ടാക്കണ കുറേ ആൾക്കാരുടെ കയ്യിൽ ഇത് കൂട്ട് സാധനം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അന്നേരം ഞാനത് പൊളിച്ചെടുത്തു. പിന്നെ പൊളിച്ചെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. അന്നേരം ഉണ്ടാക്കി. ബായ്. അപ്പം നമുക്കിത് കളർ ചെയ്യാം കേട്ടോ.